നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള വികസനം, വിന്യാസം, അവലംബം എന്നിവയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ GPAI അംഗരാജ്യങ്ങളും വിദഗ്ധരും പങ്കെടുക്കും. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ജൂലൈ 3-4 തീയതികളിൽ ന്യൂഡൽഹിയിൽ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ശാസ്ത്രം, വ്യവസായം, പൊതുസമൂഹം, ഗവൺമെന്റുകൾ, അന്താരാഷ്ട്ര സംഘടനകൾ, അക്കാദമികൾ എന്നിവയിൽ നിന്നുള്ള നിർമ്മിത ബുദ്ധി വിദഗ്ധർ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടുന്നതിന് ഉച്ചകോടി വേദിയാകും. ആഗോള AI പങ്കാളികൾക്കിടയിൽ സഹകരണവും വിജ്ഞാന വിനിമയവും പ്രോത്സാഹിപ്പിക്കുന്നതിനും AI-യുടെ ഉത്തരവാദിത്തപരമായ പുരോഗതിക്കും വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സമർപ്പണം ഉച്ചകോടി അടിവരയിടുന്നു. സാമൂഹിക വികസനത്തിനും എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള വളർച്ചയ്ക്കും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തണമെന്നതാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്. भारत में हमारा विकास मंत्र है सबका साथ सबका विकास. हमने AI फॉर ऑल की भावना से प्रेरित होकर सरकार की नीतियां और प्रोग्राम तैयार किए हैं. हमारा प्रयास है कि हम सोशल डेवलपमेंट और इंक्लूसिव ग्रोथ के लिए AI की क्षमताओं का पूरा फायदा उठा सकें. भारत AI के रिस्पॉन्सिबल और एथिकल यूज के लिए भी पूरी तरह कमिटेड है. ലോകം നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ നിർമ്മിത ബുദ്ധി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിയിലൂടെ AI നവീകരണത്തിൽ ഒരു ആഗോള നേതാവാവുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതുവഴി രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകുന്നതിന് നിർമ്മിത ബുദ്ധി ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാണെന്ന് രാജ്യം ഉറപ്പാക്കും.